ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നമ്മുടെ കൊട്ടൻ തേങ്ങയ്ക്കകത്തുനിന്ന് എങ്ങനെ വെളിച്ചെണ്ണ എടുക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കുന്ന തേങ്ങ അടത്തിയെടുക്കുന്നതിലും വാങ്ങിച്ചെടുക്കുന്നതിലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങി വെള്ളമെല്ലാം വറ്റും. അപ്പോൾ നമ്മളത് വെറുതെ കളയണ്ട, അത് നോക്കിയിട്ടിരുന്ന് എല്ലാം കൂടെ ഉടച്ച് വെച്ചതാണ്. വെയിൽ വന്നപ്പം അത് ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ എല്ലാം ഉണങ്ങി കിട്ടി. ഇനി അത് നമ്മളിത് ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ എളുപ്പമാണ് ഉണങ്ങി കിട്ടിയാൽ എടുക്കാൻ. ചിലത് തട്ടിക്കുടഞ്ഞാൽ മതി, ഇളകി വരും. അപ്പോൾ നമ്മളിത് എല്ലാം ഇങ്ങനെ ഇളക്കിയെടുക്കാം. അതുപോലെ നമുക്കെല്ലാം ഇളക്കിയെടുക്കാം. ഞാനിപ്പം ഒരുപാട് തേങ്ങ ഇല്ല, 100 തേങ്ങയോളം ഉണ്ട്. അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ 300 രൂപയോളം ഉണ്ട്. അത് ശുദ്ധമായിട്ട് കിട്ടുന്ന നമ്മുടെ വീട്ടിൽ നിന്നാകുമ്പം ശുദ്ധമായിട്ട് എടുക്കാമല്ലോ. ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് ഒരു 3 ദിവസത്തെ വെയിൽ കൊള്ളുമ്പം കൊപ്ര എല്ലാം റെഡിയാവും. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിയാം. ഇത് കൊപ്രയെല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. 3 ദിവസത്തെ വെയിൽ കൊണ്ടപ്പം തന്നെ നല്ലപോലെ ഒടിഞ്ഞ് കിട്ടി. ഇത് മില്ലിലോട്ട് കൊണ്ടുപോകണം. ആട്ടുന്ന വീഡിയോ കിട്ടുന്നില്ല, എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ആട്ടിക്കൊണ്ട് വരട്ടെ. നമ്മുടെ കൊപ്ര എല്ലാം ആട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കക്കനുമായിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ. ഇത് നമ്മൾ ആട്ടിയ ഉടനെ തന്നെ അരിച്ച് 2-3 പ്രാവശ്യം അരിച്ചിട്ട് വെയിലത്ത് ഒടിച്ച് ഉണക്കണമെങ്കിലേ നമ്മുടെ അതിനകത്ത് ജലാംശം എല്ലാം പോകത്തുള്ളൂ. പിന്നെ നെന്മണിയോ, ചിലർ വറ്റൽമുളക് ഇട്ട് വെക്കും, കുരുമുളക് ഇട്ട് വെക്കും, നെന്മണി ഇട്ട് വെക്കാം. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി കക്കനകത്തൊന്ന് തെളിഞ്ഞ് നിൽപ്പുണ്ട്. അരിച്ചത് ഞാൻ കുപ്പിയിൽ വെച്ച് വെക്കുകയാണ്. നല്ല തെളിനീര് പോലത്തെ എണ്ണയാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടില്ലേ. ഇത്രയും ശുദ്ധമായിട്ടുള്ള എണ്ണ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ ഒക്കും. സ്വല്പം ഒന്ന് മെനക്കെട്ടാൽ മതി. ഇത് 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തത്. എല്ലാ കക്കലും പോയി. ഇതിനകത്തോട്ടൊരു 3 നെന്മണിയും കൂടെ നമുക്ക് ഇട്ട് വെക്കാം. ഇതുപോലെ നല്ലപോലെ കുപ്പി അതുപോലെ ഉണക്കിയെടുക്കണം. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഭരണിയിൽ ഒഴിച്ച് വെക്കാം. പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി. ഇതാകുമ്പം നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിനാണ് ചെറിയ ചെറിയ കുപ്പിയിൽ ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ എല്ലാ എണ്ണയും കൂടെ ഒരുപോലെ കേടാവത്തുമില്ല. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 5 ദിവസത്തെ പരിപാടിയേ ഉള്ളായിരുന്നു. നമുക്ക് ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. അരയ്ക്കാൻ എന്തായാലും തേങ്ങ വാങ്ങിക്കും. ഉണങ്ങിപ്പോകുന്ന തേങ്ങയൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ മതി, ഇങ്ങനെ ആട്ടിയെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് ഊറ്റിയെടുത്തതാണ്. വീണ്ടും വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വീണ്ടും പിന്നെയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. എന്തൊരു നിറവാണെന്നറിയാം. അപ്പം നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ആ കക്കൻ ഇളകി വരാതെ നോക്കണം. കക്കൻ ഇളകി വന്നു കഴിഞ്ഞാൽ, കക്കൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് കനയ്ക്കാൻ സാധ്യതയുണ്ട്. എത്ര തിരക്കായാലും നമ്മൾ കുറച്ച് സമയം ഇതിനൊക്കെ വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചെന്നാലും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. കക്ക കണ്ടില്ലേ. അതിനകത്തുനിന്ന് ഇത്രയും എണ്ണയും കൂടെ നമുക്ക് ഊറിയെടുക്കാനുണ്ട്. അതിപ്പോൾ ഞാൻ ഊറ്റി വെക്കുവാണ്. നാളെ ഒന്നുകൂടെ ഇരുന്ന് അടിയും. ഈ കക്കനൊരിക്കലും കളയരുത്, കക്കനും ആവശ്യമുണ്ട്. നമുക്ക് കലമൊക്കെ, പുതിയ കലമൊക്കെ മെഴുക്കാൻ ഏറ്റവും നല്ലതാണ് ഈ കക്കന്. ഇവിടെ 3-4 കലം ഇരിപ്പുണ്ട്. ഞാനത് മെഴുക്കി കാണിക്കാം നിങ്ങളെ. 100 തേങ്ങ ആട്ടിയതാണ്. 7 കിലോ വെളിച്ചെണ്ണയോളം ഉണ്ട്. എൻ്റെ പിണ്ണാക്ക് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ.